വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായം. प्रकाशित 21वां अध्याय. इसको खुला रखो, अगर आवाज ज्यादा नहीं आ रहे तो खुला ही रहने दो, थोड़ा हवा. तकलीफ है तो बंद कर देना आवाज की. വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായം നമുക്ക് പരിചിതമാണെന്ന് ഞാൻ കരുതുന്നു. प्रकाशित वाक्य 21वां अध्याय सुपरिचित है हम सबको. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ യേശുക്രിസ്തുവിനെ സപ്തവിധ മഹത്വത്തോടുകൂടെ കാണുകയാണ്. 7 വിധത്തിലുള്ള മഹത്വത്തോടെ കാണുന്നു. यूहन्ना जो है पहले अध्याय प्रकाशित वाक्य का यीशु मसीह को 7 गुना महिमा के साथ परमेश्वर को यीशु मसीह को देखता है वो. അഥവാ 1-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ കായ പ്രദർശനമാണ്. കായ എന്ന് പറഞ്ഞാൽ ബോഡി. യേശുക്രിസ്തുവിന്റെ ശരീരത്തെ, മഹത്വത്തെ വെളിപ്പെടുത്തുകയാണ് അവിടെ. यीशु मसीह के शरीर की अहमियत या महत्व को वो यूहन्ना वर्णन करता है. वो प्रकाशित वाक्य उसका पहला अध्याय में. 2-ഉം 3-ഉം അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് സഭാ കാലയളവിനെ കുറിച്ചാണ്. और दूसरा तीसरा अध्याय जो है ये कलीसिया के संबंधित वाक्य हैं. 4-ഉം 5-ഉം അധ്യായങ്ങളിൽ ഭാവി സംഭവങ്ങൾക്ക് വേണ്ടിയുള്ള സ്വർഗീയ ഒരുക്കത്തിന്റെ അധ്യായങ്ങളാണ്. और उसके बाद का जो है उसके फ्यूचर में होने वाले कार्यों के संबंध में लिखा गया है. സ്വർഗത്തിലും ഭൂമിയിലുമൊക്കെ സംഭവിപ്പാനിരിക്കുന്ന ഭാവികാല സംഭവങ്ങൾക്കു വേണ്ടി സ്വർഗത്തിൽ നടക്കുന്ന ഒരു ഒരുക്കം. स्वर्ग में जो तैयारी की जा रही है, नया धरती और नया स्वर्ग कैसा होगा, उसके संबंध में बातें हो रही हैं. So heavenly preparation in chapters 4 and 5 for the future events. स्वर्गीय तैयारी जो आगे के भविष्य में क्या होने वाली है, इस विषय में स्वर्ग में चर्चा हो रही है. 6-ാം അധ്യായം മുതൽ 18-ാമത്തെ അധ്യായം വരെ ഈ ഭൂമിയിൽ സംഭവിപ്പാനിരിക്കുന്ന മഹാകഷ്ടകാലത്തെ കുറിച്ചുള്ള വർണ്ണനയാണ്. 6 से लेके 18वां अध्याय तक तो है, हम देख सकते हैं दुनिया में जो कई पीड़ाएं होने वाली हैं उनके बारे में वर्णन किया गया है. 19-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത കാണാം. तेजोमय प्रभु यीशु मसीह का आगमन के बारे में 19वां अध्याय में लिखा गया है. കുഞ്ഞാടിന്റെ കല്യാണത്തെ കുറിച്ച് അവിടെ കാണുന്നു. मेमने के शादी के बारे में वहां पर वर्णन है. അതിനകത്ത് നാം പിന്നീട് കാണുന്നത് അർമഗദ്ദോൻ യുദ്ധമാണ്. और आखिर में हम देखते हैं अरमगदोन लड़ाई के बारे में. നരകത്തിന്റെ ഉദ്ഘാടനവും 19-ാം അധ്യായത്തിലുണ്ട്. और नरक का प्रारंभ भी 19वां अध्याय से ही प्रारंभ होता है. 20-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ച. और 20वां अध्याय में हम देखते हैं यीशु मसीह 1000 साल के लिए एक नया समय शुरू होता है, उसका प्रारंभ. അതിന്റെ ഒടുവിലായി നടക്കുന്ന ഗോഗ് മാഗോഗ് യുദ്ധം. और आखिर में देखते हैं गोग और मागोग के बीच का लड़ाई के बारे में. സാത്താന്റെ അന്തിമ ന്യായവിധി. और शैतान का अंतिम न्याय करने वाला है परमेश्वर. അതിനുശേഷം നാം കാണുന്നത് മനുഷ്യരുടെ അന്തിമ ന്യായവിധിയാണ്. और बाद में मनुष्य का क्या अंत्य न्याय होने वाला है, उसके बारे में वर्णन है. 20-ാം അധ്യായത്തോടുകൂടെ ഈ യുഗത്തിന് അവസാനമുണ്ടാകുന്നു. और इस युग का अंत होगा 20वां अध्याय के साथ में. ഇന്ന് നാം കാണുന്ന സകലത്തിന്റെയും അവസാനം 20-ാം അധ്യായത്തോടുകൂടെ പര്യവസാനിക്കും. अब हम जो भी अपनी आंखों से देख पा रहे हैं, ये सबका अंत होगा 20वां अध्याय के अंत के साथ में. എന്നാൽ 21-ഉം 22-ഉം അധ്യായങ്ങൾ കാലമില്ലാത്ത കാലത്തിന്റെ തുടക്കമാണ്. और 21 और 22वां अध्याय जो है वहां बिना समय का युग वहां शुरू होने वाला है. നിത്യതയുടെ ആരംഭം. वहां अनंत काल शुरू होता है. അനന്തകാലം അല്ലെങ്കിൽ വരും കാല നിത്യത, അതിന് തുടക്കമുണ്ട്, പക്ഷെ ഒടുക്കമില്ല. वो उस जो आने वाला अनंत काल है उसका एक शुरुआत है, मगर अंत नहीं है.
അതേ സംബന്ധിച്ചാണ് ഈ 2 അധ്യായങ്ങളിലെ വർണ്ണന. और उसके बारे में वर्णन किया गया है ये आखिरी 2 वचनों में. അതാണ് നമ്മുടെ പ്രത്യാശ. और यही हमारी आशा है. കർത്താവിനോടൊപ്പമുള്ള വരും കാല നിത്യത, അതാണ് നമ്മുടെ പ്രത്യാശ. हम जो है परमेश्वर के साथ युगानुयुग अनंत काल की में वास करेंगे, यही हमारी आशा है. ദൈവവും ദൈവത്തിന്റെ ജനവും മാത്രമുള്ള ഒരു നിത്യത. जहां पर परमेश्वर और परमेश्वर के लोग, उसके अलावा कोई नहीं. സ്തോത്രം. അവിടെ ദൈവിക സൗഭാഗ്യങ്ങൾ നമുക്ക് അനുഭവിപ്പാൻ കഴിയും. वहां पर परमेश्वर की बहुतायत की आशीषों को अनुभव करेंगे हम. അവിടെയുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തിന്റെ അക്ഷരിക സാന്നിധ്യമാണ്. वहां पर सबसे बड़ा आशीष इस बात का है कि परमेश्वर की उपस्थिति हमारे साथ है. സ്തോത്രം. അതിനെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണ് ഓരോ ക്രിസ്തു വിശ്വാസിയും. और उसको उसकी ओर ताक लगाए हुए जीवन बिताने वाले लोग हैं विश्वासीगण. നമ്മുടെയും ദൃഷ്ടിയിൽ നിന്ന് അത് മറയരുത്. और वो है हमारी दृष्टि से उस परमेश्वर के साथ की उपस्थिति के साथ भी जीवन को न भूले हम. മറ്റെല്ലാം മറന്നുപോയിക്കൊള്ളൂ. दुनिया में हम शायद सब कुछ भूल जाएं. മറ്റ് പ്രവചനങ്ങൾ മറന്നോളൂ. शायद भविष्यवाणियां भी कई भूल जाएंगे. മറ്റ് വാഗ്ദത്തങ്ങൾ മറന്നോളൂ. कई प्रतिज्ञाएं भूल जाएंगे. പക്ഷേ ഈ ഒരു കാര്യം മറക്കരുത്. मगर इस बात को न भूलना कभी. എന്തേ? वो किस बात है? സ്തോത്രം. നാമും ദൈവവും മാത്രം വസിക്കുന്ന ഒരു നിത്യത. परमेश्वर और हम, सिर्फ हम दो के अलावा और कोई नहीं, ऐसा एक अनंत काल का समय. അവിടെ പാപം ഇല്ല, പിശാചില്ല. वहां पर पाप नहीं है, वहां पर शैतान भी नहीं है. സ്തോത്രം. അങ്ങനെ നകാരാത്മകമായ നിഷേധാത്മകമായതൊന്നും ഇല്ലാത്ത ഒരു യുഗം. वहां पर कोई भी नकारात्मक वस्तु या सामग्री पाया नहीं जाता है. ഏറ്റവും ഉപരിയായി ദൈവ സാന്നിധ്യത്തിന്റെ അക്ഷരീകമായ നിറവ് മാത്രം. वहां पर परमेश्वर की उपस्थिति का तेज सिर्फ वहां पर पाया जाता है. പ്രിയരെ, അതാണോ നമ്മുടെ ദൃഷ്ടികളുടെ നടുവിൽ ഇരിക്കുന്ന ഏക ലക്ഷ്യം? हमारे दृष्टि में दिखने वाला एक ही वस्तु, क्या वो परमेश्वर का तेज में रहना है? നമുക്കറിയാം, നമ്മുടെ 2 കണ്ണുകളും അവയുടെ ദൃഷ്ടി ചെന്ന് ഒരു ബിന്ദുവിൽ പതിക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങളെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നത്. जब हमारे आंखों की रोशनी जो है एक ही बिंदु में जाकर बस जाती है, तो वो बिंदु हमको दिखने लगती है. उस प्रकार वो बिंदु किसी और हमको दिखाई दे पड़ता है. എന്നാൽ നമ്മുടെ കണ്ണിലെ 2 ദൃഷ്ടികൾ 2 വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പോയി പതിച്ചാൽ നമുക്ക് കാഴ്ച വ്യക്തമാവുകയില്ല. हमारा एक आंख, 2 आंख है, दोनों आंख अलग अलग जगह पे देख रही तो पिक्चर साफ नजर नहीं आता है. അങ്ങനെയുള്ളപ്പോഴാണ് നമുക്ക് 3D ആയിട്ടും മറ്റും പലതും കാണുന്നതും പിന്നെ ആശുപത്രി പോകുന്നതും ഒക്കെ. और उसके बाद आपका नजर खराब हो जाता है और आपको रोशनी ठीक करने के लिए हॉस्पिटल जाना पड़ता है. ഇതേപോലെ നമ്മുടെ ദൃഷ്ടികൾ ചെന്ന് പതിക്കേണ്ട ഏക ബിന്ദു എന്ന് പറയുന്നത് നമ്മുടെ കർത്താവുമൊത്തുള്ള നമ്മുടെ നിത്യതയാണ്. वैसे ही हमारे दोनों आंखों की दृष्टि कहां पर जाकर बसनी है कि परमेश्वर के उपस्थिति में जीवन बिताने वाला अनंत काल का समय. അതല്ലാതെ മറ്റൊന്നും നമ്മുടെ ദൃഷ്ടിയിൽ ഉണ്ടാകരുത്. और इसके अलावा हमारे दृष्टि में और कुछ वस्तु नहीं होनी चाहिए. അതാണ് ഈ 2 അധ്യായങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. और ये 2 अध्याय हमको यही बात को सिखाता है. അതിൽ നിന്ന് ഒരു ചെറിയ ചിന്തയാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കുവാൻ ദൈവാത്മാവെന്നെ और उसमें ഫലമേൽപ്പിച്ചിട്ടുള്ളത്. से एक छोटी सी बात के बारे में आप लोगों को बताना चाहता हूं. അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നിന്ന് ഒരു ചെറിയ അംശം. और उसका 4था वचन में से एक छोटा सा भाग. ബസ്. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. वो उनकी आंखों से सब आंसू पहुंचेंगे. ചില വേർഷൻസിൽ നമ്മൾ കാണുന്നത് കണ്ണുനീർ ഗ്രന്ഥി തന്നെ ദൈവം അവരുടെ കണ്ണിൽ നിന്ന് തുടച്ചു കളയുമെന്നാണ്. कई ट्रांसलेशन में इस प्रकार लिखा गया है कि वो जो आंसू को उत्पन्न करने वाला ग्रंथि, उसको ही निकाल देगा परमेश्वर. സ്തോത്രം. അപ്പോൾ കണ്ണുനീരിനെ പൂർണ്ണമായും നീക്കിക്കളയുന്ന, തുടച്ചു കളയുന്ന ഒരു അനുഗ്രഹീത അനുഭവത്തെക്കുറിച്ചാണ് നാം തിരുവെഴുത്തിൽ ഇപ്പോൾ വായിച്ച ഭാഗത്ത് കാണുന്നത്. ऐसा आशीषमय अनुभव जहां पर लिखा गया है कि उनकी आंखों के आंसू सब कुछ वो पहुंच डालेगा.
ഇത് നിത്യതയിൽ സംഭവിപ്പാൻ പോകുന്ന കാര്യമാണ്. ये अनंत काल में होने वाली घटना है. ये കണ്ണുനീരില്ലാത്ത ഒരു ലോകം നാം ഒക്കെ ആഗ്രഹിക്കുന്നു. बिना आंसुओं का एक जीवन हम सब उसकी कामना करते हैं. അത് ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കില്ല. और इस दुनिया में जीते जी हमको वो उपलब्ध नहीं होता है. നാം എത്ര പ്രാർത്ഥിക്കുന്നവരായാലും കണ്ണുനീരൊഴിഞ്ഞ ഒരു ദിവസം ഈ ലോകത്തിൽ നമുക്കുണ്ടാവില്ല. हम कितना भी प्रार्थना करने वाले बन जाए तो भी बिना आंसुओं के जीवन हमारा व्यतीत नहीं होता है. എത്ര വിശുദ്ധരായാലും കണ്ണുനീരിന്റെയും ദുഃഖത്തിന്റെയും കാലം ഈ ലോകത്തിലുണ്ട്. कितना भी पवित्रताई के साथ जीवन बिताने की कोशिश करे तो भी जो है आंसू और दुख हमारे जीवन से हटता नहीं है. അതുകൊണ്ട് ഈ വാക്യത്തിന്റെ അർത്ഥം, അതിന്റെ പൂർത്തീകരണം വരും കാല നിത്യതയിൽ മാത്രമേ ഉണ്ടാവൂ. और इस वचन जो कहता है आंसू के बिना आंसुओं के जीवन, वो जीवन जो है अनंत काल में ही संभव है. എന്നാൽ ഈ ലോകത്തിൽ വെച്ച് നമുക്ക് കണ്ണുനീരും കഷ്ടവും ഉണ്ട്. और इस धरती पे जीते जी हमारे आंसू और दुख हमारे साथ में ही चलेंगे. അതുകൊണ്ടാണ് ഒരാളെ പാട്ടെഴുതിയത്, കണ്ണുനീർ മാറി വേദനകൾ എന്ന് മാറുമോ അല്ലെ തീരുമോ എന്നൊക്കെ. ऐसा एक गाना है, कब मेरा आंसू पहुंचेंगे और कब मेरा दुख समाप्त हो जाएगा कर. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഈ ലോക ജീവിതം വാലി ഓഫ് ബാഖ, ഇത് ബാഖ താഴ്വര, കണ്ണുനീരിന്റെ താഴ്വരയാണെന്ന്. ये बाका का तराई या मृत्यु का तराई है कर भजन संगीतकार गाकर सुनाता है हम लोगों को. അപ്പോൾ ഇത് കണ്ണുനീരിന്റെ ജീവിതമാണ്. ये आंसू भरा जीवन है. ये എന്നാൽ എന്നും ഒരേ വിഷയത്തെ ഓർത്തൊരു പക്ഷെ നമുക്ക് കരയേണ്ടി വരില്ല. शायद हर दिन एक ही बात को स्मरण कर हमारे आंसू नहीं निकलते. ഏതെങ്കിലും ഒരു വിഷയത്തിലെ കണ്ണുനീർ ദൈവം ഒപ്പിയെന്ന് കരുതി അടുത്ത ദിവസം മറ്റെന്തെങ്കിലും വിഷയത്തിൽ കണ്ണീരൊഴിക്കേണ്ടി വന്നേക്കാം. शायद एक दुख के पीछे आंसू बहाना रुक जाए, मगर कल के दिन में एक नया दुख होगा जिसके लिए आपको आंसू बहाने पड़ेंगे. ഇന്ന് പകൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഈ ആദ്യ സമയത്ത് എനിക്ക് പ്രേരണയുള്ളത്, കർത്താവ് നമ്മുടെ കണ്ണീരൊപ്പുന്ന ദൈവമാണ് എന്ന ചിന്തയിലാണ്. ये परमेश्वर हमारे आंसुओं को पोंछने वाला है, ये सोच के बारे में कुछ बातों को आप लोगों को समझाना चाहता हूँ. സ്തോത്രം. അതിന് 4-5 വിശേഷപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഞാൻ വേഗത്തിൽ വെക്കട്ടെ. 4 या 5 उसमें खास बातें हैं जो आप लोगों को बताना चाहता हूँ मैं. ഈ പറയുന്ന കണ്ണുനീരിന്റെ അനുഭവം ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. ये 4-5 बातें जो हैं या इस धरती पर हमारे से निकलना असंभव है. കഴിഞ്ഞ നാളുകളിൽ ഇതിലേതെങ്കിലുമൊക്കെ കണ്ണുനീരിലൂടെ നമ്മൾ പോയിട്ടുണ്ടാകാം. शायद ये 4-5 बातों से आपकी जिंदगी भी शायद गुजरी होगी. ചിലപ്പോൾ ഇതിൽ ചിലത് ഇപ്പോൾ നമ്മിലുണ്ടാകാം. शायद आपके जीवन में अब भी शायद गुजरते होंगे. ചിലപ്പോൾ നാളെ മുതലുള്ള അടുത്ത നിമിഷങ്ങൾ മുതലുള്ള നമ്മുടെ ഭാവിയിൽ ഇതിലേതെങ്കിലുമൊക്കെ കണ്ണീരിന്റെ അനുഭവങ്ങൾ നമുക്കുണ്ടാകും. अब तक शायद नहीं हुआ रहेगा, मगर आगे के दिनों में शायद ये आपके अवस्थाओं में इस प्रकार के आंसू को बिताने का मौका मिलेगा. 84 സങ്കീർത്തനത്തിലാണ് നമ്മൾ വായിക്കുന്നത് കണ്ണുനീർ താഴ്വരയെ കുറിച്ച്. Psalms 84 में हम इस प्रकार कहते हैं कि आंसुओं के तराई से गुजरते हैं. അവിടെയാണ് നമ്മൾ പാടാറുമുണ്ട്, കണ്ണുനീരിൻ താഴ്വരയിൽ എന്നുള്ള പാട്ട്. वहां पर इस प्रकार गीत भी गाते हैं, आंसुओं के अंधकार के तराई से गुजरते हैं कर. സ്തോത്രം. അപ്പോൾ സിയോനിലേക്ക് നമ്മൾ നടക്കുന്നവരാണെങ്കിലും കണ്ണീർ താഴ്വര ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. सियोन के चट्टान की ओर हम निकल प्रस्थान किए हैं, मगर हमको अंधकार या आंसुओं के तराई से ही गुजरना होता है. 4-5 തരത്തിലെ കണ്ണുനീരിന്റെ അനുഭവങ്ങളെ കുറിച്ച് വേഗത്തിലൊന്ന് തൊട്ടുവിടാം. 4 या 5 प्रकार की आंसुओं के अनुभव के बारे में बताकर मैं आगे बढ़ना चाहता हूँ. ഈ സകലവിധമായ കണ്ണുനീരിന്റെ അനുഭവങ്ങൾക്കും കാരണം ആദാമ്യ പാപമാണ്. ये सब आंसुओं का मूलभूत कारण देखा जाए तो आदम ने किया हुआ पाप की वजह से है. ആ പാപത്തിന്റെ പൂർണ്ണമായ അന്തമുണ്ടാകുന്നതുവരെ ഈ കണ്ണുനീര് പൂർണ്ണമായും മാറില്ല. वो आदम का पाप शुरुआत जो हुआ है उसका जब तक शमन नहीं हो जाता है तभी तक आंसू हमारे जीवन में होते ही रहता है. അതിന് പരിഹാരം കർത്താവ് കാൽവറിയിൽ വരുത്തി. और उसका जो है उत्तर भी है, परमेश्वर ने अपने बेटे को सूली पर चढ़ा कर दिया है. എന്നാൽ
പാപം ഇതുവരെയും മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ടില്ല. मगर मनुष्य के जीवन से पाप का अनुभव हटा नहीं है. അതാണ് നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം എന്ന വിഷയം. और इसी बात के लिए हम सीख रहे हैं सैंक्टिफिकेशन या पवित्रीकरण के विषय में. അത് നിത്യതയിൽ മാത്രമേ സംഭവിക്കൂ. वो हम अनंत काल में पहुंचेंगे तभी पवित्रताई खत्म हो जाता है. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപത്തിന്റെ സാന്നിധ്യം ഉള്ളിടത്തോളം, ഭൂമിയിൽ പാപ സാന്നിധ്യം ഉള്ളിടത്തോളം കണ്ണുനീര് ഒഴിഞ്ഞ ഒരു കാലം പ്രതീക്ഷിക്കണ്ട. हमारे जीवन में और इस धरती पर जिस समय तक पाप है उस समय तक आंसुओं का भी साथ रहना जरूरी है. എന്നാൽ 5 തരത്തിലുള്ള കണ്ണുനീരിന്റെ അനുഭവങ്ങളെ കുറിച്ച് വേഗത്തിൽ ഞാനൊന്ന് തൊട്ടുവിടാം. 5 आंसुओं के अनुभव के बारे में आपको वर्णन करता हूं. അപ്പോൾ മൂലകാരണം പാപം. उसका मूलभूत कारण है पाप. സ്തോത്രം. അത് നിമിത്തമുണ്ടാകുന്ന പ്രയാസങ്ങളാണ് നമ്മുടെ കണ്ണുനീരിന് കാരണങ്ങൾ. और उसके पाप के वजह से हमारे जीवन में होने वाले तकलीफों से के द्वारा ही अपने आंखों से आंसू आती है. അതിൽ ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് നിമിത്തമുണ്ടാകുന്ന കണ്ണുനീരും ദുഃഖവുമാണ്. एक जो है हमारे प्रियजन हमसे जब गुजर जाते हैं तब होने वाला दुख के बारे में है. സ്തോത്രം. The weeping or the tears because of departures of our dear ones, death of our dear ones, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ശാരീരിക വേർപാട് അഥവാ മരണമുണ്ടാക്കുന്ന കണ്ണുനീരിന്റെ ദുഃഖത്തിന്റെ അവസ്ഥകൾ. एक हमारे प्रियजनों के गुजर जाने या मृत्यु को पाने से होने वाला दुख और आंसुओं के संबंध में है. അതിലെ ഒരു പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ ഒരു ഘടകം നാം കാണുന്നത് ഉൽപ്പത്തി 23-ാം അധ്യായത്തിലാണ്. उत्पत्ति के 30वां अध्याय में हम उसका एक अनुभव देख पाते हैं. അബ്രഹാം തന്റെ ഭാര്യയുടെ മരണത്തെ ഓർത്ത് വിലപിക്കുന്നു. वहां पर हम देखते हैं अब्राहम सारा का मृत्यु में रो पड़ते हैं. ഓരോ സംസ്കാരം അനുസരിച്ച് വിലാപത്തിന്റെ ദൈർഘ്യവും ആഴവും ഒക്കെ വ്യത്യസ്തമാണ്. जो अलग अलग रीत रिवाज के अनुसार जो है मृत्यु के बाद के दुख का समय जो है अलग अलग तरीके से गुजारते हैं. ചിലര് ഇത്ര ദിവസങ്ങൾ ദുഃഖാചരണം നടത്തുക എന്ന സംസ്കാരം ഇന്നും പുലർത്തുന്നുണ്ട്. कुछ लोग दुख का आचरण करते हैं, कुछ दिनों करते हैं, कुछ लोग 40 दिन करते हैं. നമുക്ക് അറിയാമല്ലോ, നമ്മുടെ ഈ ഭാരത സംസ്കാരത്തിൽ സംസ്കാരം അനുസരിച്ച് ഒരു വീട്ടിൽ ഒരു മരണം നടന്നാൽ ഏതാണ്ട് 1 വർഷത്തോളം ആ കുടുംബത്തിൽ നല്ല കാര്യങ്ങളൊന്നും നടക്കാൻ അവർ അനുവദിക്കില്ല. अगर इंडिया में ही किसी का मृत्यु हो जाए परिवारजनों का, तो उन लोग 1 साल तक घर में कोई भी शुभ काम वो 1 साल तक नहीं करते हैं. പുതിയ വീട് പണിയുക, പുതിയ വീട്ടിലേക്ക് പ്രവേശനം നടത്തുക, കല്യാണം നടത്തുക, ഇങ്ങനെയൊന്നുമുള്ള കാര്യങ്ങൾ 1 കൊല്ലത്തേക്ക് നടത്തില്ല. नया घर में जाकर प्रवेश करना या किसी का शादी करना, शादी विवाह, ये कोई बात अच्छी बात नहीं करते वो 1 साल. അപ്പോൾ പൊതുവെ 1 വർഷം വിലാപകാലമായിട്ട് നമ്മുടെ ഭാരതത്തിൽ ചില സമുദായങ്ങളൊക്കെ ആചരിക്കും. मृत्यु के पश्चात 1 साल का समय उन लोग विलाप का एक समय मानते हैं. ഒരാഴ്ച തൊട്ട് ഇങ്ങനെ പല അളവുകളിൽ നമ്മുടെ ഭാരതത്തിൽ ആ ദുഃഖം ആചരിക്കാറുണ്ട്. 1 हफ्ते से लेकर 1 साल तक का समय ऐसा विलाप के लिए अलग अलग तरीके से होता है. 13, 16, 40, 41 ഒരാണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട്. ऐसा 7 दिन, 16 दिन, 17 दिन, 40 दिन, 41 दिन, ऐसा कई दिनों के विलाप के दिन मनाते हैं. ഓരോ സംസ്കാരത്തിനും വിലാപനാളുകൾ വ്യത്യസ്തമാണ്. अलग अलग प्रकार के संसार के संस्कृति के लोग जो हैं अलग प्रकार के तरह से विलाप मनाते हैं. എന്നാൽ സ്വാഭാവികമായും നമുക്കുള്ള പ്രിയപ്പെട്ടവർ മരിക്കുക എന്നുള്ളത് നമുക്ക് ദുഃഖകരമാണ്. मगर हम वास्तव में देखा जाए तो हमारा प्रियजन को खोना हमारे जीवन में एक दुख का कारण है. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള മരണത്തിന്റെ വേർപാട് നിമിത്തമുള്ള കണ്ണുനീർ അനുഭവിച്ചവരാണ്. और हम सबों ने अपने जीवन में अपने प्रियजनों को खोने का दुख को अनुभव किया हुआ है. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ശ്രീബുദ്ധന്റെ അടുക്കൽ ചെന്ന ഒരു മകൻ മരിച്ച അമ്മയുടെ കഥ. एक कहानी है, बुद्ध के सामने एक माँ चली जाती है जिसका बेटा मर गया है. അവർ ചെന്നിട്ട് പറയുന്നു, എന്റെ മകനെ ജീവിപ്പിക്കണം. और वो औरत जाकर बुद्धा से कहती है, मेरा बेटा को जिंदा कर दो तुम.
എന്നാൽ ശ്രീബുദ്ധൻ പറയുന്നു, ശരി, ഞാൻ ജീവിപ്പിക്കാം, കുഴപ്പമില്ല. बुद्ध कहता है कि मैं तो जीवित कर दूंगा, उसके लिए कोई तकलीफ नहीं है, പക്ഷേ നിങ്ങൾ കുറച്ച് കടുക് കൊണ്ടുവരണം. और उसके लिए आप थोड़ा राई का दाना लेके आइए. അത് പ്രയാസമില്ലാത്ത കാര്യമാണല്ലോ എന്ന് സ്ത്രീ പറഞ്ഞു. तो श्री ने इस प्रकार सोचा कि ये तो मुसीबत नहीं है, तकलीफ आराम से लेके आ सकता है. പക്ഷേ പറഞ്ഞു, ആരും ഇതുവരെ മരിച്ചിട്ടില്ലാത്ത വീട്ടിൽ നിന്ന് വേണം ഈ കടുക് കൊണ്ടുവരാൻ. और राई लेके आना है उस घर से जहां पर एक भी मृत्यु अब तक नहीं हुई है. ഈ സ്ത്രീ കടുക് തേടി പുറപ്പെട്ടു. और ये स्त्री जो है राई का दाना लेने के लिए सब घरों में जा जाकर पूछती हैं. പക്ഷേ ആരും മരിച്ചിട്ടില്ലാത്ത ഒറ്റ വീട് പോലും ഇല്ല. मगर एक भी घराना नहीं मिलता जहां पर एक भी मृत्यु नहीं हुई है. അപ്പോൾ മരണം ഒരു സ്വാഭാവികമായ സംഗതിയാണ്. मृत्यु जो एक स्वाभाविक घटना है. പണ്ഡിതനും പാമരനും മരിക്കും. पैसा वाला और गरीब व्यक्ति दोनों मरता है. പഠിത്തമുള്ളവനും പഠിത്തമില്ലാത്തവനും മരിക്കും. पढ़ा लिखा और अनपढ़ दोनों भी मरेंगे. ധനവാനും ദരിദ്രനും മരിക്കും. धनी व्यक्ति और निर्धन व्यक्ति दोनों मरेंगे. മുതലാളിയും മരിക്കും, തൊഴിലാളിയും മരിക്കും. मालिक भी मरेगा और नौकर भी मर जाएगा. അപ്പോൾ മരണം എല്ലാവർക്കുമുണ്ട്. मृत्यु सभी के लिए है. സ്തോത്രം. അതുകൊണ്ട് ഈ ദുഃഖം എല്ലാവർക്കും ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഉണ്ടാകും. ये मृत्यु का दर्द जो है हर एक को आज या कल भुगतना ही है. നമ്മുടെയൊക്കെ ജീവിതത്തിലും അത് അനുഭവിച്ചിട്ടുണ്ട്. ये हमने भी हमारे जीवन में इस दुख को दर्द सहा है. കർത്താവിന്റെ വരവിന് താമസമായാൽ വരുന്ന നാളുകളിൽ ഇനിയും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. और प्रभु की आगमन में देरी है तो इस प्रकार का दुख कई लोगों को अनुभव करना होगा. കാരണം നമ്മൾ ആരും ചിരഞ്ജീവികളല്ല. क्योंकि हम कोई भी जो है चिरंजीवी नहीं है. നാം ഒക്കെ ക്ഷണികരാണ്. क्योंकि हम सब मरने वाले लोग हैं. കേവൽ മൂക്കിൽ ശ്വാസമുള്ളവർ. सिर्फ अपनी नथनी में थोड़ा सा श्वास है, इसके लिए जिंदा है. സ്തോത്രം. അതെപ്പോൾ നിലയ്ക്കുമെന്ന് നമുക്കറിയില്ല. वो कब हमारा श्वास बंद हो जाएगा हम न जानते हैं. എല്ലായ്പ്പോഴും നാം അതിന് ഒരുങ്ങിയിരിക്കണം. क्योंकि उसके मृत्यु के लिए हम हमेशा तैयारी के साथ बैठे हैं. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മരണത്തെക്കുറിച്ച് ഓർത്ത് വിലപിച്ച് ആയുഷ്കാലം മുഴുവനും കഴിക്കരുത്. हाँ, एक प्रियजन या किसी के मृत्यु के पश्चात हम जिंदगी भर दुख और आंसुओं में हम नहीं बिताते हैं. ഞങ്ങൾ ഇപ്പോൾ നാട്ടിൽ പോയപ്പോൾ ഞങ്ങളുടെ എൻ്റെ അമ്മാച്ചൻ്റെ വീട്ടിൽ പോയി. मेरे एक प्रियजन के घर में मैं इस बार गांव गया तब गया. വളരെ ഉത്സാഹത്തോടെ സന്തോഷത്തോടെ ഞങ്ങളെ സ്വീകരിക്കാറുണ്ടായിരുന്ന, മണിമണി പോലെ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്ന ഞങ്ങളുടെ അമ്മായി ഇപ്രാവശ്യം വളരെ ക്ഷീണിതയായി കാണപ്പെട്ടു. हमको स्वीकार करने में बहुत ही उत्सुकित रहती थी, मगर इस बार गया तभी उनके मुंह में एक हंसी भी होती थी. इस बार गया तभी पूरे दुखी थी और थकी हारी लगी मुझे. 3 മരണങ്ങൾ ആ കുടുംബത്തിലുണ്ടായി. क्योंकि मैं जाना कि 3 मृत्यु उस घर में हो चुकी है. എൻ്റെ അമ്മാച്ചൻ മരിച്ചു. मेरे मामा मर गए. പ്രായമായിട്ടാണ് മരിച്ചത്. उम्र के साथ ही मरे. എന്നാൽ അവരുടെ 2 ആൺമക്കൾ ബാക്ക് ടു ബാക്ക് അവർ മരിച്ചുപോയി. मगर उनके 2 बेटे एक के बाद लगातार मर गए. 2 ആൺമക്കളും 3 പെൺമക്കളുമാണ്. ആൺമക്കൾ 2 പേരും മരിച്ചു. 2 बेटा है और 3 बेटियां हैं. 2 बेटे एक के बाद एक मर गए. ഗുജറാത്തിൽ ഇവിടെ വാപ്പിയിലാണ് അവർ 2 പേരും താമസം. और दोनों वापी में रहा करते थे. മൂത്ത മകൻ മരിച്ചു, എന്നാലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിച്ചു. जब बड़ा बेटा मर गया थोड़ा सा दर्द हुआ, मगर एडजस्ट कर आगे जीवन बढ़ने लगा. ഈ പ്രാവശ്യം ഞങ്ങൾ ചെന്നപ്പോഴേക്കും അമ്മായി തന്നെ പറഞ്ഞു, മോനെ ഞാൻ മാനസികമായി തകർന്നു, അടിഞ്ഞുപോയി. और उसने इस बार में जाकर गांव में मिला उसकी माता से, तो उसने कहा कि मैं मानसिक तौर पर टूट गई हूँ. ഞാൻ വളരെയധികം അതേക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. मैं उसके बारे में बहुत ज्यादा सोचने लगा. ഞാൻ ഒത്തിരി നേരം അമ്മായിയെ നോക്കി ഇങ്ങനെ ഇരുന്നു. और मेरी मामी को बहुत देर तक उनके चेहरे पर देखने लगा मैं. പഴയകാലം കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഓർത്തെടുത്തു. और पुराने अच्छे दिनों के बारे में स्मरण करने लगा. പറഞ്ഞു, ഇനിയും എനിക്ക് ആശയൊന്നുമില്ല മോനെ. और वो मुझसे कहती है मुझ में अभी कोई आशा बाकी नहीं रही है. ഇത് പക്ഷേ വിശ്വാസികൾക്ക് ഭവിക്കരുത്. मगर कोई भी विश्वासी इस प्रकार की बातें न करें. നമ്മുടെയൊക്കെ ജീവിതത്തിലും
മാറി മാറി മരണങ്ങൾ സംഭവിക്കാം. हमारे भी जीवन में परिवारों में एक के बाद एक मृत्यु शायद आ जाए तो भी. എൻ പ്രിയനെപ്പോൾ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ എന്ന പാട്ടെഴുതിയ കർത്താവിന്റെ ദാസൻ. हाँ, मेरे प्रिय परमेश्वर से अधिक खूबसूरत कोई और व्यक्ति नहीं है कर गाना लिखा हुआ एक व्यक्ति ने इस प्रकार लिखा कहा. 200-200-ലധികം ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. उन्होंने शायद 200 के ऊपर गाना को रचा है. 9 മക്കൾ മരിച്ച ഒരപ്പനാണത്. वो आदमी है जिनके 9 बच्चे मरते हुए उन्होंने देखा है. സെറാംപൂർ എന്ന് പറയുന്ന തിയോളജിക്കൽ യൂണിവേഴ്സിറ്റി, सिरामपुर थियोलॉजिकल यूनिवर्सिटी में, സെക്യുലർ യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ, वहां पर एक सेक्युलर यूनिवर्सिटी भी है ഡോക്ടറൽ സ്റ്റഡി വരെ രണ്ടിടത്തും ഉണ്ട്. और सेक्युलर और थियोलॉजिकल दोनों में पीएचडी तक पढ़ाई कर सकते हैं. അതിന്റെ സ്ഥാപകനായ ഡോക്ടർ വില്യം കെറി, उसके स्थापक जो है विलियम केरी, അദ്ദേഹം ഇംഗ്ലണ്ടിൽ ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. वो इंग्लैंड में एक जूता सीने वाला एक व्यक्ति था. അദ്ദേഹം ഇവിടെ വന്നു കഷ്ടതകളുടെ പരമ്പരകൾ അനുഭവിച്ചു. इस भारत देश में आने के बाद कई कष्टों से उनका जिंदगी गुजरा. വളരെ വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഭ്രാന്തിയായി ജീവിച്ചു. कई वर्षों तक उनकी पत्नी जो है एक दिमाग की खराब औरत होकर जीवन बिताती थी. അദ്ദേഹത്തിന്റെ പല മക്കൾ മരിച്ചു. और उनके कई बच्चे मर गए. ഒടുവിൽ ഭാര്യയും മരിച്ചു. और आखिर में उनकी पत्नी भी मर गई. സ്വന്തം കൈകൊണ്ട് ഇവരെയൊക്കെ കുഴിച്ചിടേണ്ടി വന്നു. उसके हाथों से उन्हें सभी मृत्यु जिसको पाया सबको दफनाया. എങ്കിലും താൻ തന്റെ ദൗത്യത്തിൽ നിന്ന് പുറകോട്ട് പോയില്ല. मगर उनके कर्तव्य से उनको कभी पीछे नहीं हटा. മരണം നമുക്ക് ദുഃഖമുണ്ടാക്കും. मृत्यु हमको दुख दिलाता है. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം നമ്മെ കരയിപ്പിക്കും. हमारे प्रियजनों की मृत्यु हमें आंसुओं में ले जाता है. പക്ഷേ ഒരു ക്രിസ്തുവിശ്വാസി ഒരു ക്രിസ്തുവിശ്വാസി ഒരിക്കലും പ്രിയപ്പെട്ടവരുടെ മരണത്തിന്റെ ഭാഷ ശരിയല്ലെങ്കിൽ ഉപയോഗിച്ചോട്ടെ, ഹാങ് ഓവറിൽ ജീവിക്കാൻ പാടില്ല. मगर एक प्रियजनों के मृत्यु के बाद में एक विश्वासी जो है हमेशा दुख में डूबा नहीं रहता है. കരയാം, അതിന് അനുവാദമുണ്ട്. रोने के लिए अनुमति दी जाती है. വിലപിക്കുവാൻ അനുവാദമുണ്ട്. उसको विलाप करने का भी अनुमति है. പക്ഷേ തിരുവെഴുത്ത് പറയുന്നു, मगर वचन कहता है, എന്താ പറയുന്നത്? എനിവൺ? 1 തെസ്സലോനിക്കർ 4:13. 1 തെസ്സലോനി 4:13. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണത്തെ we can mourn for or we can lament the death of our dear ones. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണത്തെ വിലപിക്കുവാൻ അനുവാദമുണ്ട്. हमारे प्रियजनों की मृत्यु के पश्चात हमको शोक मनाने का पूरा अनुमति है. പക്ഷേ എങ്ങനെ അരുത്? मगर किस प्रकार नहीं होना चाहिए? എങ്ങനെ അരുത്? യെസ് മോനെ, എങ്ങനെ അരുത്? how should not? വിജൻ 4:13. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ അരുത്. मगर जिसकी आशा नहीं है उसकी उन लोगों की तरह हम दुख न मनाएं. സ്തോത്രം. അതും പ്രത്യേകിച്ച് നമ്മുടെ പ്രത്യാശയിൽ ക്രിസ്തുവിൽ മരിച്ച മൃതന്മാരെ ഓർത്ത്. और खासकर उन लोगों के लिए, उन प्रियजनों के लिए जो यीशु मसीह में विश्वास रखकर मरे हैं. സ്തോത്രം. കാരണം താഴെ പറയുന്നുണ്ട്, കർത്താവ് വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കും. क्योंकि आगे के वचनों में लिखा गया है, जो मसीह यीशु में मृत्यु को पाए हैं, मृत्यु के यीशु मसीह के आगमन में पहले उठाए जाएंगे. സ്തോത്രം. ജീവനോടിരിക്കുന്ന നമ്മുടെ രൂപാന്തരത്തിനു മുൻപ്
ക്രിസ്തുവിൽ മരിച്ചവരാണ് ആദ്യം അക്ഷയരായി ഉയർക്കുന്നത്. हम जो जीवित हैं, हम लोग तेजोमय शरीर पाने से पहले जो है मृत लोग जो है जीवन को पाएंगे. മനസ്സിലാവുന്നുണ്ടോ? आप लोग समझते हैं इस बात को? സ്തോത്രം. നമ്മുടെ കണ്ണുനീരിന്റെ ഒന്നാമത്തെ അനുഭവം പ്രിയപ്പെട്ടവരുടെ മരണമാണ്. हमारे आंसुओं और दुख का पहला कारण है हमारे प्रियजनों की मृत्यु. എന്നാൽ നാം പ്രത്യാശയില്ലാത്തവരെ പോലെ നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ കുറിച്ച് കരയരുത്. मगर बिना आशा के मरा हुआ लोगों के समान, जीने वालों के समान हम उन लोग मरे हुए लोगों के लिए शोक न मनाएं. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട നാം 16 അടിയന്തരവും 41 ഒരാണ്ടുമൊന്നും ആചരിക്കാത്തത്. इसीलिए क्योंकि हम आशा करने वाले लोग हैं, हम 16वां दिन, 40वां दिन या दिन को नहीं मनाते हैं. സ്തോത്രം. ആ ദിവസം നാം ദുഃഖിച്ചിരിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല. हम जो है उन दिनों में दुखी बैठने वाले लोग न बने. എന്റെയും മാതാപിതാക്കൾ മരിച്ചു. मेरे भी माता पिता मर गए. യൗവനത്തിൽ എന്റെ പെങ്ങൾ മരിച്ചു. और जवानी के दिनों में मेरी बहन भी मर गई. എന്റെ 2 അനന്തരവരെ ഒറ്റയ്ക്കാക്കി എന്റെ ആ പെങ്ങളുടെ ഭർത്താവ് എന്റെ അളിയനും മരിച്ചു. और मेरे बहन लोग मर गए, उनके पति जो हैं वो भी मर गए. വിവാഹിതരാകാത്ത 2 ആൺകുഞ്ഞുങ്ങളാണ് അവർക്കുള്ളത്. और शादी न हुआ ऐसे 2 बच्चे हैं उनके. ജോലിയൊന്നും ആയിട്ടില്ലാത്ത 2 മക്കളെ ഒറ്റയ്ക്കാക്കി എന്റെ പെങ്ങളും അളിയനും മരിച്ചുപോയി. मेरा 2 बच्चों को नौकरी भी उपलब्ध नहीं है. माँ और बेटा, माँ पिता दोनों मर गए. ഇന്നും ഞാൻ ആരുടെയോ ഒരു നമ്പർ തപ്പിച്ചെന്നപ്പോൾ എൻ്റെ പെങ്ങളുടെ നമ്പരും വാട്സപ്പും അതിൽ കണ്ടു. എൻ്റെ ആ മരിച്ചുപോയ പെങ്ങളുടെ അതേ പേരിൽ. ആ സമയത്ത് എൻ്റെ പെങ്ങളെ ഞാൻ ഓർത്തു. मैं फोन नंबर किसी का ढूंढ रहा था तो मुझे एक फोन नंबर मिला. मेरी मरी हुई बहन का फोन नंबर था वो. പറഞ്ഞു വന്നതിന്റെ സാരം, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിക്കും, ആ ഓർമ്മ നമുക്ക് കാണും. പക്ഷേ ആ ഒരു വിലാപത്തിന്റെ അനുഭവത്തിൽ പ്രത്യാശയില്ലാത്തവരെ പോലെ നാം ആകരുത്. സ്തോത്രം. हमारे प्रियजन हमको छोड़कर मृत्यु पाएंगे, मगर बिना आशा के रहने वाले लोगों के समान हम उनके लिए शोक न मनाएं. കാരണം കർത്താവ് നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്നവനാണ്. क्योंकि परमेश्वर हमारे आंसुओं को पोंछता है. എങ്ങനെയാണ് മരിച്ചവരെ കുറിച്ചുള്ള വിലാപ കണ്ണീര് കർത്താവ് തുടയ്ക്കുന്നത്? हमारे प्रियजनों के मृत्यु के बारे में हमारी बाद में होने वाली आंसुओं को परमेश्वर कैसे पोंछता है? ഏറ്റവും ഒന്നാമത് നമുക്ക് തന്ന പ്രത്യാശ നിമിത്തമാണ്. क्योंकि हमें दिया हुआ आशा के वजह से हमारी आंसुओं को पोंछता है. മരണം നമുക്കൊരു അവസാനമല്ല. क्योंकि मृत्यु एक हमारे जीवन का अंत नहीं है. സ്തോത്രം. മരണത്തിനും അപ്പുറത്തേക്ക് നീങ്ങുന്നതും നീളുന്നതുമാണ് കർത്താവ് നമുക്ക് തന്ന പ്രത്യാശ. मृत्यु के उस पार के जीवन में ले जाने वाला है हमारा आशा. സാധാരണ ഞാൻ പറയുന്നത് പോലെ സ്തോത്രം, അക്ഷയതയിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ വാഗ്ദത്തം ദൈവം നമുക്ക് തരുന്നു. एक अक्षयता की ओर जीवन को ले जा, मृत्यु के उस पार अक्षयता की ओर ले जाने वाला है हमारा आशा. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു കോട്ടേജ് മീറ്റിംഗിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. एक शायद मैं कॉटेज मीटिंग में इस बात को मैं कहा था. ആശിഷ് കോ യാദ് ഹോഗാ ना? ആശിഷിന് ഓർമ്മയുണ്ടോ? आशीष को शायद याद होगा. ആശിഷിന്റെ വീട്ടിൽ വെച്ച് നടന്ന ആദ്യത്തെ യോഗത്തിലാണ് ഞാനത് സംസാരിച്ചത്. आशीष के घर में जब पहला बार प्रेयर रखा था तभी मैं बात को कहा था. ജോൻ याद नहीं? विजय लिखा है? वेरी गुड. സ്തോത്രം. അന്ന് ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നു. मैं उन दिनों ये बात कहा था. 2 പുനരുത്ഥാനങ്ങൾ. 2 प्रकार का पुनरुत्थान. ഏതൊക്കെയാണ്? कौन कौन सा है? जवान को भी शायद याद आ गई. शरण जोहान नो जॉन तो नहीं था उसमें. യെസ്, ഇമ്മോർട്ടാലിറ്റി. യെസ്, സ്തോത്രം. 2 പുനരുത്ഥാനങ്ങൾ. 2 प्रकार का पुनरुत्थान होगा. ഒന്ന് റിസറക്ഷൻ ടു മോർട്ടാലിറ്റി, വീണ്ടും മരിക്കാവുന്ന ശരീരത്തിലേക്കുള്ള ഉയർപ്പ്. एक और बार मृत्यु को पाने के लिए पुनरुत्थान पाते हैं.
അതായത് മരിച്ച അതേ ശരീരത്തിൽ ഉയർത്തെഴുന്നേൽക്കുക. मरे हुए शरीर में, वही शरीर में जी उठना, ലാസറിനെ പോലെ, लासर के समान, അല്ലെങ്കിൽ യായിറോസിന്റെ മകളെ പോലെ, याइरोस की बेटी के समान. അതെല്ലാം ദ്രവത്വത്തിലേക്കുള്ള ഉയർപ്പെന്ന് പറയും. वो सब जी उठते हैं वही शरीर में जो मृत्यु को पा सकते हैं. അപ്പോൾ രണ്ടാമതും മരിക്കുന്ന ശരീരം, वापस दोबारा मृत्यु को हासिल करने वाला एक शरीर, അത് നമ്മുടെ പ്രത്യാശ അല്ല. वो हमारी कोई आशा नहीं है. സ്തോത്രം. രണ്ടാമത്തെ പ്രത്യാശ, രണ്ടാമത്തെ പുനരുത്ഥാനം എന്ന് പറയുന്നത്, സ്തോത്രം, റിസറക്ഷൻ ടു ഇമ്മോർട്ടാലിറ്റി. और दूसरा पुनरुत्थान कहा जाए तो जो न मृत्यु को पाने वाला अविनाशी शरीर को पाना है. അവിനാശി ദശാമയമായിട്ടുമുള്ള രണ്ട് പുനരുത്ഥാനങ്ങൾ ഇവയാണ്. खास दो प्रकार का पुनरुत्थान है. സ്തോത്രം. അതിൽ കർത്താവ് നമുക്ക് തന്നിട്ടുള്ള പ്രത്യാശ രണ്ടാമത്തേതാണ്. और उसमें हमको आशा देने वाला दूसरा पुनरुत्थान है. അതായത് അമർത്യതയിലേക്കുള്ള, അദ്രവത്വത്തിലേക്കുള്ള, അക്ഷയതയിലേക്കുള്ള പുനരുത്ഥാനം. एक जो है अमृतता की ओर जीवन प्रदान करने वाला पुनरुत्थान है, वो जो हमको आशा दिलाता है. അതിന്റെ മോഡൽ, അതിന്റെ മാതൃക യേശുവിന്റെ ഉയർപ്പാണ്. और उसका उदाहरण जो है यीशु का पुनरुत्थान है. നമുക്ക് കർത്താവ് തന്നിട്ടുള്ള പ്രത്യാശ യേശുക്രിസ്തുവിന്റേതു പോലെയുള്ള ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. हमारा आशा इस बात का है कि हमारा भी पुनरुत्थान उसी प्रकार का होगा जो यीशु मसीह को दिया गया था. കാരണം യേശുവിനെ മരിച്ചവരിൽ നിന്നും जीवन को प्रदान करने वाला है. हम लोग मृत्यु की वजह से दुखी होकर हमेशा शोक में എന്നാൽ അവരെ മരിച്ചുള്ളൂ. ദൈവം ഭരിച്ചിട്ടില്ല. हमको नहीं देना चाहिए इस बात से कि वही व्यक्ति मर गया है, हमारा परमेश्वर आज भी जीवित है. ദൈവം ഭരിച്ചിട്ടില്ല. मेरा माता या पिता ही है, मेरा परमेश्वर भी जीवित है. समझते हैं? हम पे आप भरोसा करते हैं, वो माता पिता हमसे पाएंगे. മാറോട് ചേർത്ത് പിടിക്കുന്ന നമ്മുടെ ദൈവം ജീവിക്കുന്നു. मगर फिर भी परमेश्वर है, हमें थामे रखता है, हमें उसके संग. സ്തോത്രം. രണ്ടാമത്തെ ദുഃഖം,
दूसरा दुख का कारण, നമുക്കറിയാവുന്ന ഒരു ആന്റി ഉണ്ട്. हम जानने वाला एक आंटी है, ആന്റിയുടെ പേര് ഹന്ന എന്ന. उस आंटी का नाम है हन्ना. ഹന്നായുടെ രണ്ടു തരം ദുഃഖം ഞാൻ ഓടിച്ചു പറയാം. हन्ना के दो प्रकार के दुख के बारे में मैं बताता हूँ. ഒന്ന് ശമൂവേൽ 1-ാം അധ്യായം 6-ാം വാക്യം. 1 शमूएल पहला अध्याय उसका 6वां वाक्य. एक का 6. തൻ്റെ പ്രതിയോഗിയായ തൻ്റെ ഭർത്താവിൻ്റെ മറ്റൊരു ഭാര്യ അവളെ മുഷിപ്പിച്ചിരുന്നത് കൊണ്ട് ഹന്നയ്ക്കുണ്ടായ കണ്ണീരിൻ്റെ അനുഭവങ്ങൾ. क्योंकि हन्ना की सौत जो है उसे अत्यंत चिढ़ाकर कुड़ाती रहती थी. അതായത് നമ്മുടെ പ്രതിയോഗികളായ മറ്റുള്ളവരുടെ നിന്ന കൊണ്ടും അവരുടെ വഴക്കിടിയിൽ കൊണ്ടുമൊക്കെ നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങളാണ്. हमारे प्रतियोगी जब हमको चिढ़ाते हैं उस समय होने वाला दुख के बारे में कहा जाता है. അത് കുടുംബത്തിനകത്തുണ്ടാകാം, वो शायद प्रतियोगी घर के अंदर होंगे, ജോലി സ്ഥലത്തുണ്ടാകാം, नौकरी के स्थान पे होंगे, ഹോസ്റ്റലിലും നമ്മൾ പഠിക്കുന്ന സ്ഥലത്തും ഉണ്ടാകാം. जहां हम पढ़ रहे हैं हॉस्टल में शायद वहां पर होंगे. പല സ്ഥലത്തും അയൽവാസികളിൽ നിന്നുണ്ടാകാം. कई बार जो है हमारे बगल में रहने वाले पड़ोसी से होगा. അപ്പോൾ മറ്റുള്ളവരാൽ നമുക്ക് നേരിടുന്ന കഷ്ടങ്ങൾ നിമിത്തം നെടുവീർപ്പിടുന്ന കണ്ണുനീരിന്റെ അനുഭവങ്ങൾ. कई प्रकार इस प्रकार जो है प्रतियोगी जो है उनके चिढ़ाने से दुख देने से कई प्रकार होने वाले दुख के बारे में. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? आप लोग समझ रहे हैं इस बात को? ഇതും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാകാം. और इस प्रकार का दुख का समय हमारे जीवन में भी हुआ होगा. ദൈവം ഇതുപോലെ പ്രതിയോഗികളെ പല സമയത്തും അനുവദിക്കും നമ്മെ പീഡിപ്പിക്കുവാൻ. और इस प्रकार अपने खिलाफ खड़े होने के लिए कई प्रतियोगियों को परमेश्वर ही खुद खड़े करते हैं. അങ്ങനെയുള്ള വേദനകളിൽ കൂടെ നാം കടന്നു പോകുന്നെങ്കിൽ ആ കണ്ണുനീരിനെയും തുടയ്ക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. उस प्रतियोगियों के दुख के सताव के द्वारा आप जो आंसुओं से गुजर रहे हैं उस समय भी परमेश्वर आपको बताना चाहता है कि परमेश्वर है जो आपके आंसुओं को पोंछ सकता है. അപ്പോൾ മറ്റു മനുഷ്യരുടെ ശരിയല്ലാത്ത ഇടപെടൽ നിമിത്തം നമുക്കുണ്ടാകുന്ന വേദനകളിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ നമ്മുടെ ദൈവം മതിയായവനെന്ന വാഗ്ദത്തം ഈ പകൽ കർത്താവ് നമുക്ക് തരികയാണ്. दूसरों के सताव से या चिढ़ाने से जो होने वाले दुख को भी मिटाने के लिए परमेश्वर हमारे संग है. इसके लिए हमें आशा नहीं खोना है. ഹല്ലേലൂയ. ഹന്ന സ്തോത്രം പെനിന്ന നിമിത്തം എക്കാലവും കരയാൻ ദൈവം അനുവദിച്ചില്ല. हन्ना जो है पेनिन्ना के द्वारा सताव कई दिनों तक अनुभव नहीं करना पड़ा उसे. ഇസ്രായേൽ ജനത്തെ അയൽവാസികൾ പലരും പീഡിപ്പിച്ചു. इजरायली लोग जो है उसके पड़ोसी लोग उसे बहुत सताव देते थे. ഇസ്രായേല്യരെ മിസ്രയീമ്യർ പീഡിപ്പിച്ചു. इजरायलियों को मिस्र के दो देश के लोग भी बहुत सताते थे. അങ്ങനെ പലരും അവരെ പീഡിപ്പിച്ചെങ്കിലും അത് എന്നേക്കുമായി ദൈവം അനുവദിച്ചില്ല. वो सताते थे मगर हमेशा के लिए वो सताव का अनुभव नहीं करना पड़ा उनको. എന്നാൽ പ്രിയപ്പെട്ടവരെ സ്തോത്രം, നാമും കടന്നു പോകുന്ന മറ്റുള്ളവർ നിമിത്തമുള്ള പ്രതിയോഗികൾ നിമിത്തമുള്ള കണ്ണുനീരിൽ നിന്ന് കർത്താവ് നമ്മെ ഉദ്ധരിക്കുന്നവനാണെന്ന് ഈ പകൽ നാം മറന്നു പോകരുത്. हमारे विरोधियों और विरोध करने वाले लोगों से कितना भी दुख और सताव का महसूस करना पड़े मगर अपने आंसुओं को पोंछने वाला परमेश्वर हमारे संग है. इस बात को ना भूलें. സ്തോത്രം. ദാവീദിനും അതേപോലെയുള്ള അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. दाऊद के जीवन में भी उस प्रकार के कई अनुभवों को वर्णन करना है. പക്ഷേ കർത്താവ് ദാവീദിനെ അതിൽ നിന്നൊക്കെ വിടുവിച്ചു. मगर उस सब प्रकार के सताव से दाऊद को परमेश्वर बचाता है. ശത്രുക്കൾ മുൻപാകെ അവൻ നമുക്ക് മേശയൊരുക്കും. शत्रुओं के सामने हमको हमारे लिए वो मेज बिछाता है. സ്തോത്രം. അപ്പോൾ പ്രതിയോഗികൾ നിമിത്തമുള്ള കണ്ണുനീരിനെയും നമ്മിൽ നിന്നും തുടയ്ക്കുന്ന ഒരു ദൈവം. प्रतियोगियों के होने वाले सताव में से होने वाले आंसुओं को पोंछने वाला परमेश्वर है वो. ഹന്നായുടെ ജീവിതത്തിൽ നിന്ന് തന്നെ മൂന്നാമത്തെ കണ്ണുനീരിന്റെ അനുഭവമാണ് അവളുടെ മച്ചിയായ അവസ്ഥയിൽ നിന്ന് ഉണ്ടായ കണ്ണുനീര്. उसका कोख जो है बंद हो गया था. इस प्रकार से वजह से वो बहुत दुख सहती थी और आंसू बहाती थी. Pain of or
the tears of childlessness, സന്തതികളില്ലാത്തത് നിമിത്തമുണ്ടായ വേദന. और क्योंकि उसका कोख बंद था और बच्चे न होते थे, इसीलिए हन्ना बहुत दुख सहती थी, आंसू बहाती थी. അവളുടെ ജീവിതത്തിൽ ഇല്ലാതിരുന്ന അവളുടെ ശരീരത്തിന്റെ ഒരു പോരായ്മ നിമിത്തമുള്ളവായ ദുഃഖം. उसके शरीर में एक खामी है जिसके वजह से उसके जीवन में बहुत सारा दर्द है. അവളെ അത് നിമിത്തം അവളുടെ സഹോദരി പീഡിപ്പിച്ചെന്ന് മാത്രമല്ല, അവൾക്ക് തന്നെ ഉള്ളിൽ നിന്നും അത് നിമിത്തം വലിയ വേദനയുണ്ടായി. उसके वजह से पेनिन्ना उसको बहुत सताव करती थी, चिढ़ाती थी, और उसके फलस्वरूप बहुत दुख था और आंसू बहाती थी. वो അവളുടെ ഭർത്താവ് പറയുമായിരുന്നു, 10 മക്കളെക്കാൾ ഞാൻ നിനക്ക് നല്ലവനല്ലേ, 10 बेटों से भी बड़ा परे है मैं तुम्हारे लिए काफी नहीं हूं क्या कर कर उसका पति उसे कहता था. പക്ഷേ ഹന്ന അതിൽ തൃപ്തയല്ലായിരുന്നു. मगर हन्ना जो उसमें सांत्वना नहीं पाती थी. നമ്മുടെ ജീവിതത്തിലെ ചില ഇല്ലായ്മകൾ നിമിത്തം, പോരായ്മകൾ നിമിത്തം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉളവാകുന്ന വേദനയും കണ്ണുനീരും ഒരുപക്ഷെ മറ്റാരും അറിയുന്നില്ലാകാം, എന്നാൽ ദൈവം അതറിയുകയും അതിന് പരിഹാരം വരുത്തുകയും ചെയ്യുമെന്ന് ഈ പകൽ കർത്താവിന്റെ വാഗ്ദത്തമാണ്. दूसरों के सताव या वेदना के वजह से हमारे खुद के अंदर दर्द और दुख होता है और हमारे आंसू निकल पड़ते हैं, उस समय में भी परमेश्वर हमारे संग है जो हमारे आंसुओं को पोंछ सकता है. അത് ചിലപ്പോൾ നമുക്ക് മറ്റാരോടും പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. उस प्रकार के दर्द के बारे में हम दूसरों से वर्णन नहीं कर पाते हैं. ഹന്ന അവളുടെ നല്ലവനായ ഭർത്താവിനോട് പോലും പറയാൻ മടിച്ച കാര്യം, वो उसके बहुत अच्छे पति थे, मगर उस पति को भी वो समझा नहीं पाती थी. ന്യായാധിപനും മഹാപുരോഹിതനുമായ ഏലിയോട് തുറന്നു പറയാൻ കഴിയാതിരുന്ന കണ്ണുനീരിന്റെ वो അനുഭവം. महायाजक एली के साथ भी वो दुख को बांट नहीं पाती हैं. സ്വന്തം സ്വകാര്യ ദുഃഖങ്ങൾ നിമിത്തമുള്ള കണ്ണുനീർ, व्यक्तिगत दर्द के वजह से होने वाले आंसुओं के संबंध में, private tears we can call them. व्यक्तिगत रूप से होने वाले आंसुओं के संबंध എന്താണെന്ന് ചോദിച്ചാൽ ആരോടും പറയാൻ ഒരുപക്ഷെ നമുക്ക് സാധിക്കുന്നില്ല. अगर कोई कारण उसका पूछे तो व्यक्तिगत तौर पे हम उसको वर्णन नहीं कर सकते. എന്നാൽ ഉള്ളിൽ നിന്നും എന്തെന്നില്ലാത്ത നീറുന്ന അനുഭവങ്ങൾ, मगर खुद के अंदर से एक जलन की अवस्था, एक आंसुओं की अवस्था के बारे में वर्णन नहीं कर पाता. ചിലപ്പോൾ നമ്മുടെ തലയിണയെ കണ്ണുനീര് കൊണ്ട് നനയ്ക്കുന്ന അനുഭവങ്ങൾ, हमारे साथ बिछोने को हम अपने आंसुओं से पूरा भिगा दे तो भी. ചിലപ്പോൾ ഏതോ കവി പറഞ്ഞതുപോലെ മഴ പെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു, എന്റെ കണ്ണീരാരും കാണില്ലായിരുന്നു എന്ന് പറഞ്ഞ അനുഭവം. एक कवि ने इस प्रकार कहा, बहुत सारा बरसात हो गया रहता तो मेरे आंसुओं को कोई देख नहीं पाता था. എന്നാൽ അങ്ങനെയുള്ള സ്വകാര്യ ദുഃഖങ്ങളിലെയും കണ്ണുനീരിനെ തുടയ്ക്കുന്ന ഒരു ദൈവമാണ് ഈ പകൽ നമ്മുടെ വലങ്കരം പിടിച്ചിരിക്കുന്നതെന്ന് നാം അറിയാതിരിക്കരുത്. मगर अब उस आंसुओं में भी, दुख में भी परमेश्वर हमारे साथ है, इस बात को कभी हम ना भूलें. നാലാമത്തെ ദുഃഖം चौथा दुख इस प्रकार का 42-ാം സങ്കീർത്തനത്തിലാണ്. 42वां भजन संगीता में है वो. A pain and tears of loneliness, ഏകാന്തതയുടെ ദുഃഖമാണ് അവിടെ. एकांतता का दुख. 42-ാം സങ്കീർത്തനം നാം ആവർത്തിച്ചു വായിച്ചാൽ നമുക്ക് കാണാം, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്. ये मेरे मन, तू अंदर में क्यों कुटकुटाता है, अकेलेपन का दर्द. സ്തോത്രം. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? मैं कब मौका मिलेगा, मैं परमेश्वर की उपस्थिति में जा खड़ा रहूंगा. മറ്റാരും ഇല്ലായികയാൽ ഏകാന്തതയുടെ കണ്ണുനീരിലൂടെ പോകുന്ന അവസ്ഥ. कोई न जाने हुए अकेलेपन में, दुख और दर्द में जाने वाला विश्वासी. സ്തോത്രം. നമ്മുടെയൊക്കെ ജീവിതത്തിലും ചിലപ്പോൾ ഏകാന്തതകൾ പലപ്പോഴും അനുഭവിക്കുന്നുണ്ടാകാം. अकेलेपन का महसूस हम कई लोग कर चुके होंगे. എന്നാൽ ഈ പകൽ വീണ്ടും ദൈവാത്മാവ് നമ്മോട് പറയുന്നു, എ ക്രിസ്ത്യൻ sometimes can be alone but he can never be lonely. ഒരുപക്ഷെ ഒരു ക്രിസ്ത്യാനിക്ക് ഒറ്റയ്ക്കായിരിക്കാം, എന്നാൽ ഒരിക്കലും അവൻ ഏകാന്തത അനുഭവിക്കേണ്ടി വരില്ല. एक मसीह जो है वो अकेला रहेगा, मगर एकांतता का अनुभव करना नहीं पड़ेगा, क्योंकि न मिटने वाला परमेश्वर की उपस्थिति उसके साथ है, हमेशा है. ഹല്ലേലൂയ. ആ കർത്താവ് പറയുന്നു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട്, വ്യക്തിപരമായിട്ടെടുത്തോളൂ, നിന്നോട് കൂടെയുണ്ട്. क्योंकि परमेश्वर ने कहा है कि दुनिया के अंत तक मैं हर दिन आपके साथ हूं.
അവൻ ഒരിക്കലും നമ്മെ പിരിയില്ല. वो हमें छोड़कर कहीं और नहीं जाएगा. അതുകൊണ്ടാണ് ശരീരത്തിൽ വസിച്ച യേശു ക്രൂശുമരണത്തിന് ശേഷം അങ്ങ് സ്വർഗത്തിൽ പോയത്. इसीलिए दर्द शरीर में सहा हुआ यीशु मसीह जो है शरीर स्वर्ग में चला गया. യേശു he was in physical body. यीशु मसीह शरीर के अंदर था. എന്നും അവൻ ആ ശരീരത്തിൽ നമ്മോടൊപ്പം ഇരുന്നില്ല. हमेशा के लिए उस शरीर में हमारे साथ नहीं रहा वो. കാരണം ആ ശരീരത്തിൽ അവൻ നമ്മോടൊപ്പം ഇരുന്നിരുന്നെങ്കിൽ പരിമിതികൾ ഉണ്ടായേനെ. अगर उस शरीर में ही हमारे बीच में रहा होता तो उसका एक सीमा था जिसका जो कुछ वो कर सकता था. ആശുപത്രിയിൽ അഡ്മിറ്റ് ആണെങ്കിൽ പോലും എപ്പോഴും കൂടെ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. हॉस्पिटल में भी कोई बीमार हो तो हमेशा के लिए कोई साथ में नहीं बैठ सकता. യേശു ശരീരത്തിൽ ഇരിക്കുകയായിരുന്നെങ്കിൽ ഐസിയു കിടക്കുന്ന നമ്മളെ ഒന്ന് കാണാൻ ഒരുപക്ഷെ പറ്റില്ലായിരുന്നു. अगर यीशु मसीह शरीर में रहता तो अगर हम आईसीयू में होते तो यीशु मसीह आईसीयू के अंदर नहीं आ सकते थे. യേശു ശരീരത്തിലായിരുന്നെങ്കിൽ വീണ സിസ്റ്ററിന്റെ കൂടെ ലേബർ റൂമിൽ പോകാൻ ഒക്കത്തില്ലായിരുന്നു. अगर यीशु मसीह शरीर में ही जीवन बिताते थे तो वीना सिस्टर के साथ लेबर रूम में वो शायद यीशु मसीह नहीं आ पाते थे. എന്നാൽ അവൻ ശരീരവാസിയായിരുന്ന മശിഹ സ്വർഗത്തിൽ പോയി. शरीर में रहने वाला यीशु मसीह स्वर्ग में चला गया പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി അയച്ചു और തന്നു. पवित्र आत्मा को हमारे लिए भेज दिया. പരിശുദ്ധാത്മാവ് യേശുവിനെ പോലെ ജഡവാസിയല്ല. पवित्र आत्मा जो है एक शरीर में निवास करने वाला नहीं. അതുകൊണ്ട് ആത്മാവിന് വരാൻ കഴിയാത്ത ഒരിടവുമില്ല. आत्मा नहीं जहाँ पहुंचता वहां को ऐसा कोई जगह नहीं है. ക്ലാസ് റൂമിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊപ്പം, क्लासरूम में हमारे बच्चों के संग है वो. എക്സാം ഹാളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊപ്പം, एग्जाम हॉल में भी वो हमारे बच्चों के संग है. ഇന്റർവ്യൂവിന് അവർക്കൊപ്പം കർത്താവുണ്ട്. और इंटरव्यू फेस करते वक्त भी परमेश्वर की आत्मा उनके संग है. ഐസിയുലോ സിസിയുലോ ജയിലിലോ എവിടെയായാലും ഈ കർത്താവ് ആത്മരൂപിയായവൻ നമ്മോടൊപ്പമുണ്ട്. हॉस्पिटल में हो, आईसीयू में हो, जेल में हो, कहां भी हो, परमेश्वर की आत्मा हमारे संग हमेशा है. അവൻ നമ്മെ ഒരു നാളും അനാഥരായി വിടുകയില്ല. हमें वो अकेला अनाथ कर हमें कहीं नहीं छोड़ेगा. അതാണ് യേശു കർത്താവ് യോഹന്നാൻ 16 പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. यूहन्ना 16 में भी वह कहा है कि मैं तुम्हें अनाथ छोड़कर कहीं नहीं जाऊंगा. സ്തോത്രം. മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും. आपको एक सहारा कर एक और पवित्र आत्मा को मैं तुम्हारे लिए भेजूंगा. പ്രിയപ്പെട്ടവരെ, നാം ഏകാന്തതയുടെ ഒറ്റപ്പെടലിന്റെ ദുഃഖത്തിലൂടെ പോകുന്നെങ്കിൽ കർത്താവ് നമ്മോട് പറയുന്നു, അവൻ നമ്മോടൊപ്പമുണ്ട്, നാം ഏകരല്ല. एकांतता के दुख में शायद आप बीतते होंगे, मगर परमेश्वर का कहता है पवित्र आत्मा आपके संग है, वो हमेशा आपकी उपस्थिति उसके साथ है. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, മരണത്തിന്റെ കൂരിരുൾ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നാലും പറവാക്കി ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. मृत्यु के घोर अंधकार के तराई से भी गुजरना पड़े तो भी मैं घबराऊंगा नहीं, क्योंकि तेरी उपस्थिति हमारे साथ है. സ്തോത്രം. അപ്പോൾ കോരഹപുത്രന്മാർ അനുഭവിച്ച വേദന ഏകാന്തതയുടേതായിരുന്നു. कोरह के बेटों ने अनुभव किया, वो भी एकांतता का अनुभव था. അഞ്ചാമത്തേത്, पांचवा दुख का कारण. സ്തോത്രം, മത്തായി 15 അധ്യായത്തിലും മർക്കോസ് 9 അധ്യായത്തിലുമുള്ള രണ്ട് സംഭവങ്ങൾ. मैथ्यू 5 और मार्क 9 में हम वो पढ़ सकते हैं. മാത്യു 15 15 അധ്യായത്തിന്റെ 21 മുതൽക്കുള്ള വാക്യങ്ങളിലും മർക്കോസ് 9 24 വാക്യത്തിലുമാണുള്ളത്. मत्ती 5:15 का 21 से लेकर के पदों में ഓക്കെ മോളെ, അവിടെ നമ്മൾ വായിക്കുന്നു, ഒരു കനാന്യ സ്ത്രീ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കൽ വരുന്നു. वहां पर हम पढ़ते हैं एक कनानी स्त्री जो है जोर जोर से रोती हुई यीशु के पास आती है. എന്തുകൊണ്ട്? इसके लिए മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു. क्योंकि उसकी बेटी को दुष्ट आत्मा बहुत सताती है. അതേപോലെ തന്നെ മർക്കോസ് 9 അധ്യായത്തിലുമുണ്ട്.
और मरकुस 9वां अध्याय में भी हम देखते हैं वो। അതിന്റെ 24-ാം വാക്യം മാത്രം വായിച്ചോളൂ. 24 बेटा, 9:24. And straightway the heart of the child cried out and said in tears, Lord, I will and how I love. There we see a father. वहां पर एक पिता को हम देखते हैं. ഒരു മകന്റെ പിതാവ്. മത്തായി 15-ൽ ഒരു മകളുടെ അമ്മ. यहाँ पर एक बेटे का पिता देखते हैं और 15वां अध्याय मत्ती का हम एक बेटी का माँ को देखते हैं. ഇവിടെ മക്കൾ നിമിത്തം കരയുന്ന മാതാപിതാക്കൾ. बच्चों के दुख के अनुसार माता पिता रोते हुए अनुभव. അവരുടെ രോഗങ്ങളോ കഷ്ടങ്ങളോ ഭൂതബാധയോ ഒക്കെയാകാം ഈ മാതാപിതാക്കളെ കരയിപ്പിക്കുന്നത്. या शैतान का बाधा के वजह से होगा या बीमारी के वजह से होगा, माता पिता यहाँ पर रोते हैं. ഇന്നൊരു പക്ഷേ കരയുന്നവർ ഭൂതബാധ നിമിത്തമായിരിക്കില്ല. മക്കളുടെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളെ ഓർത്ത് കരയുന്നവരുണ്ടെങ്കിൽ ഈ പകൽ ദൈവാത്മാവ് നമ്മോട് പറയുന്നു, അതിനും പരിഹാരം വരുത്തുവാൻ നമ്മുടെ ദൈവം നമ്മോടൊപ്പമുണ്ട്. आज शायद अशुद्ध आत्मा की तताव से नहीं बल्कि कई बीमारियों की वजह से माता पिता शायद रोते होंगे. आप लोग कहना चाहता हूं कि पवित्र आत्मा आपके संग है, हमेशा आपके साथ में रहेगा. ചിലപ്പോൾ മക്കളുടെ പിന്മാറ്റം നിമിത്തം കരയുന്ന മാതാപിതാക്കളാകാം. शायद अपने बच्चों के जो है विश्वास से फिसल जाने की वजह से माता पिता शायद दुख में होंगे. അനുസരണക്കേട് നിമിത്തം കരയുന്ന മാതാപിതാക്കളാകാം. अनाज्ञाकारिता के वजह से माता पिता दुखी होंगे. शायद ആത്മീയ വിഷയങ്ങൾ നിമിത്തം കരയുന്ന മാതാപിതാക്കളാകാം. आत्मीय विषयों के संबंध में माता पिता अपने बच्चों के लिए रोते होंगे. ചിലപ്പോൾ ഭൗതിക ഭാവിയെ, മക്കളുടെ ഭൗതിക ഭാവിയെ ഓർത്ത് കരയുന്ന शायद മാതാപിതാക്കളാകാം. बच्चों के भविष्य के संबंध में वो दो सोच कर दुखी होंगे. शायद ഏതായിരുന്നാലും കർത്താവിന്റെ വാഗ്ദത്തം ഈ പകൽ നമുക്ക് വേണ്ടിയുണ്ട്. നമ്മുടെ ദൈവം ആ വിഷയത്തിലും നമ്മുടെ കണ്ണീരൊപ്പുന്ന ദൈവമാണ്. मगर परमेश्वर की प्रतिज्ञा है कि परमेश्वर का मौजूदगी आपके संग रहेंगे कि आपके आंसुओं को पहुंच दे. മക്കൾ നിമിത്തമുള്ള കണ്ണുനീരിനെയും ആനന്ദമാക്കി മാറ്റുന്ന ഒരു ദൈവം. अपने बच्चों के संबंध हमारे आंसुओं को खुशी में बदलने वाला परमेश्वर. മക്കൾ നിമിത്തമുള്ള വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ഒരു ദൈവം. बच्चों के वजह से हमारे आंसुओं को आनंदमय मृत डांस में बदल देता है उसको. സ്തോത്രം. ഇന്ന് പകലിൽ സ്തോത്രം, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. हमारे सभी प्रकार के आंसुओं को पोंछने वाला परमेश्वर हमारे संग है. നമ്മുടെ കണ്ണുനീരിന്റെ കാരണം എന്തുമാകട്ടെ, हमारी आंसुओं का कारण शायद कुछ भी हो. സ്തോത്രം, നമ്മുടെ കണ്ണുനീര് ലബോറട്ടറിയിൽ കൊടുത്താൽ ആ കണ്ണുനീരിന്റെ കാരണം എന്തെന്ന് കണ്ടുപിടിക്കാനുള്ള സാങ്കേതികതകൾ വല്ലതും ഉണ്ടോ? हमारे आंसू अगर लेबोरेटरी में दे दे और यह जांचने के लिए कि किसके वजह से ये आंसू निकले हैं, तो क्या हम जांच सकेंगे? ഉണ്ടോ? മെഡിക്കൽ വാരിയൊക്കെ ഉണ്ടല്ലോ, ഉണ്ടോ? സ്തോത്രം. ഇല്ല, जांच नहीं सकते हैं. സ്തോത്രം. എന്നാൽ നമ്മുടെ കണ്ണുനീരിന്റെ കാരണം എന്തെന്ന് കണ്ടുപിടിച്ച് അതിന് പരിഹാരം തരുന്ന ഒരു ദൈവ സാന്നിധ്യം നമുക്കുണ്ട്. मगर हमारे साथ वो परमेश्वर है. हमारे आंसू किस लिए बहा है वो दुख आपके जानता है और उसी अनुसार आपके आंसुओं को पोंछता है. ഇനിയുമുണ്ട് കണ്ണുനീരിന്റെ പല കാരണങ്ങൾ, അവിടേക്ക് ഞാൻ പോകുന്നില്ല. और आंसुओं के और कई कारण हैं जिसकी ओर मैं बढ़ना नहीं चाहता. അത് നിങ്ങൾക്ക് പഠനത്തിനായി ഞാൻ വിടുന്നു. आप लोगों को आपके सब्जेक्ट के पढ़ाई के लिए मैं छोड़ देता हूँ. പ്രിയരെ, ഇന്ന് നമ്മുടെ കണ്ണുനീരിന് എന്തും ആകട്ടെ കാരണം, അതിനെ ഒപ്പുന്ന നമ്മുടെ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. आज हमारे दुख किस प्रकार के भी होंगे, आपके किसी प्रकार के आंसू भी होंगे, मगर परमेश्वर आपके आंसू को पोंछने वाला है. എന്നാൽ അതും അവസാനമായിരിക്കില്ല. मगर वो भी आखिरी नहीं होगा. എന്നാൽ അന്തിമമായി അവൻ നമ്മുടെ കണ്ണീരൊപ്പുന്നത് നാം തിരുസന്നിധിയിൽ ചെല്ലുമ്പോൾ മാത്രമേ मगर ഉള്ളൂ കേട്ടോ. आखिर में फाइनली एक और बार आपके आंसू पहुंचेगा आपके, और जब आप अनंत काल में यीशु के संग होंगे. അതാണ് നാം വെളിപ്പാട് 21:4 വായിച്ചത്. वही रेवलेशन 21 में चैप्टर 4 वर्ष में पढ़ा हमने. സ്തോത്രം. നമ്മുടെ പ്രത്യാശ അതാകട്ടെ. वही हमारी आशा बन जाए. ഈ ലോകത്തിലെ നമ്മുടെ കണ്ണീരൊപ്പിയാലും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ കണ്ണീരിനെ തുടച്ചു മാറ്റുന്ന
ആ നിത്യതയുടെ പ്രത്യാശയിൽ ജീവിക്കാം. इस धरती में जीते जी आपके आंसू को पोंछने नहीं आए शायद परमेश्वर. हमारी आशा यही है कि अनंत काल में परमेश्वर हमेशा के लिए हमारे आंसुओं को पोंछ देगा. അതാണ് നമ്മുടെ പ്രത്യാശ. वही हमारी आशा है. ഈ കർത്താവിൽ നമുക്ക് ആശ വെക്കാം, നമ്മുടെ ജീവിതം നയിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.